പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിൻ്റെ അതിവിശുദ്ധമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് അടുത്തു വരികയാണ്. ശഅബാനിൻ്റെ അവസാന സമയത്ത് നാം എല്ലാവരും റമദാനിലേക്ക് തയ്യാറെടുക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാം കൂടുതൽ ഇബാദത്ത് കൊണ്ട് ഈ റമദാൻ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ധന്യമാക്കണമെന്ന് നമ്മുടെ മനസ്സിൽ നേരത്തെ ചിന്തിക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ, എന്നാൽ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, റമദാൻ വരുമ്പോൾ ഒന്ന് ഖുർആൻ ഓതാൻ വേണ്ടി എടുത്തു വെക്കുമ്പോൾ ഉറക്കം വരികയും ക്ഷീണവും തളർച്ചയും ഒന്നോ രണ്ടോ പേജ് ഓതുമ്പോഴേക്ക് തന്നെ നമുക്ക് മടുപ്പ് വരികയൊക്കെ ചെയ്യുന്ന, അതുപോലെ തന്നെ ഏത് കാര്യത്തിനും നമ്മൾ പോകുമ്പോൾ അതിനൊക്കെ ഒരു തട്ടുമുട്ടും തടസ്സവും നേരിടുന്ന അവസ്ഥയിലുള്ള ആളുകൾക്കൊക്കെ അതിന് ഇബാദത്ത് മാത്രമല്ല മറ്റെന്ത് കാര്യങ്ങളായിരുന്നാലും അതിന് ഉള്ള മുടക്കവും തടസ്സവും എല്ലാം എങ്ങനെയാണ് അതിൽ നമുക്ക് രക്ഷ നേടാൻ കഴിയുക എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇങ്ങനെയുള്ള നിരന്തരമായ തടസ്സം നീങ്ങാൻ വേണ്ടി ആദ്യമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് യാ ഖാഹിറു ദൽ ബതുഷി ശദീദി അന്തല്ലദീ ലാ യുതാഖു ഇന്തിഖാമുഹു. ഇത് പ്ലേറ്റിൽ എഴുതി വെള്ളം കൊണ്ട് മായ്ച്ച് കുടിക്കുകയാണെങ്കിൽ, അത് ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസം 21 ദിവസമൊക്കെ കുടിക്കുകയാണെങ്കിൽ വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച് നമുക്ക് അത് കൂടുതൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ മാറ്റം കിട്ടും. ഇനി അതല്ലെങ്കിൽ യാ മുബ്ദി ഉൽ ബറായ വ മുഈദഹ ബഅദ ഫനാഇഹ ബി ഖുദ്റത്തിഹി എന്നുള്ളത് ഈ ഇസ്മ മുട്ടയിൽ എഴുതി കഴിപ്പിക്കുകയാണെങ്കിൽ, എങ്ങനെയുള്ള തടസ്സവും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത് ബന്ധങ്ങൾ നിലനിർത്താനുള്ള തടസ്സങ്ങളായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള തടസ്സത്തിനും ഈ യാ മുബ്ദി ഉൽ ബറായ വ മുഈദുഹ ബഅദ ഫനാഇഹ ബി ഖുദ്റത്തി എന്നുള്ളത് കോഴിമുട്ടയിൽ എഴുതിയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഒന്നും കൂടി പറയാം, മുടക്കങ്ങൾ മാറാൻ, ഇങ്ങനെയുള്ള തടസ്സം നീങ്ങാനൊക്കെ യാ തവ്വാബു യാ ഗാഫിർ യാ ഹബീബു യാ വക്കീൽ യാ കാഫി യാ റസാഖ് യാ സലാം യാ മുഅ്മിൻ യാ സരിയാൾ എന്ന് പതിവായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങുമെന്ന് ഇമാം ഷെർജി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഇബാദത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നമുക്ക് അതിലുണ്ടാകുന്ന ഉറക്കവും ക്ഷീണവും തളർച്ചയും തടസ്സവും എല്ലാം അതുകൊണ്ട് നീങ്ങിക്കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ തടസ്സങ്ങൾ നീങ്ങി നല്ല ഐശ്വര്യം വരാൻ ഫലപ്രദമായ ഒരു ദിക്റാണ് യാ മുഗ്നി യാ അല്ലാഹ് എന്ന ദിക്ർ. അത് കൂടുതൽ പതിവാക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.